കേറി വാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ഒരു വീഡിയോ ആണ്. നോക്കൂ. വന്നു ആര്? ബോധം ഭൂതോ? ഭൂതമല്ല ബോധം കണ്ണൂർ തിരികാട്ടില്ലേ മോനെ മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ നിന്നെ രക്ഷിച്ച വകയിൽ ബോധം പോയി ബോധം പോകുമല്ല. ഏ ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. വീഡിയോ കണ്ടല്ലോ. എന്നാ ചോദ്യം, കൊച്ചിൻ അനീഫ എന്ത് പറയുന്ന കേട്ടാണ് ദിലീപിന്റെ ബോധം പോകുന്നത്? എ, നിന്നെ രക്ഷിച്ചതുകൊണ്ട് 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. നിനക്ക് കിട്ടാനുള്ള 5 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രം തന്നാൽ മതി. സി, നിന്നെ രക്ഷിച്ച വകയിൽ 5 ലക്ഷത്തിൽ 2 ലക്ഷം ഇന്ന് തന്നെ കിട്ടണം. ഏത് കേട്ടപ്പോഴാണ് ദിലീപിന് ബോധം പോയത്? ഒന്നുകൂടി ഇടാവോ? ഇല്ല, ഞങ്ങൾ എപ്പോഴും ഒരു ഒറ്റ പ്രാവശ്യം ഇടാറുള്ളൂ. അയ്യോ സംസാരിക്കാൻ അവനോട് ചോദിക്കാൻ മുന്നേ അനിയൻ്റെ അടുത്ത് ചോദിക്കാവോ? ചോദിച്ചോ. അക്ഷയത്തെ വാ, അറിയോ? അയ്യോ അറിയണ്ടി പറ, ഞാൻ പറഞ്ഞോളൂ എന്തെങ്കിലും. അറിയോ? അറിയത്തില്ലേ? നീ മുടി വെട്ടൂല്ലേ? ഈ മേളിൽ എന്തിനാണ് ഇത്രയും ഒരു കൊല പോലെ വെച്ചിരിക്കുന്നത്? ആ, അതെന്തിനാണ്? പറഞ്ഞോ, ഏതെങ്കിലും പെൺകുട്ടികളെ പറഞ്ഞോ ഇതിൽ ഇങ്ങനെ കാണുന്നതാണ് എനിക്ക് ഏറ്റവും നിന്നെ സുന്ദരനായിട്ട് തോന്നുന്നത് എന്ന് രാധിക പറഞ്ഞില്ലേ? ഇല്ല, രാധിക അവന്റെ മാമിയാ. രാധിക എന്ന് പറഞ്ഞ പെമ്പിളരുണ്ടോ? ആന്റിമാർക്കൊക്കെ രാധിക എന്ന് പേരുണ്ട്. രാധിക മാമിന്റെ ഈ വട്ടന്മാർക്കൊക്കെ അനുവന്നിട്ട് കേട്ടിട്ടുണ്ട്. അനുമോള്, ചുമ്മാ ഒരു മോളും കൂടെ കറ്റത്ത്. കാരണം എല്ലാരും അങ്ങോട്ട് സൂപ്പിക്കാൻ വേണ്ടി അനു മോള്. അതാണ് എനിക്കിഷ്ടം. അല്ല, അതാണ് കാരണം. വല്ല അനു വേറെ എന്തെങ്കിലും ഇട്ടാ പോരായിരുന്നു? എന്താ അനു? എന്നെ എല്ലാരും അനു മോളേന്നാ വിളിക്കുക. അപ്പൊ അത് കേൾക്കാൻ എന്ത് സുഖം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ അനു മോളേന്ന് വിളിക്കുന്നതിനെക്കാട്ടി വേറെ എന്തെങ്കിലും പേര് മതിയായിരുന്നു. അനു ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർത്തപ്പോഴാണ് എന്നെ അനുമോളെന്ന് അമ്മ ഇട്ടത്. എന്റെ പേര് ആര്യ എന്നായിരുന്നു. എന്താണ്? ആര്യ. ആര്യനാടല്ലേ സ്ഥലം? അതുകൊണ്ട് ആര്യന്നിട്ടാണ്. അല്ല, അതായിരുന്നു നല്ലത്. ആണോ? പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ ഒരുപാട് ആര്യപുത്രി നല്ലതല്ലേ? അപ്പൊ ഈ അനുമോൾ എന്നുള്ള പേര് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. എന്താണ് അനുമോൾ എന്നുള്ള പേര്? സിനിമയിൽ ഒരു അനുമോൾ ഉണ്ട്, എനിക്കും ഉണ്ട്. ആകെ ഇവിടെ 2 പേർക്കേ ഉള്ളൂ അനുമോൾ എന്നുള്ള. അത്രേ ഉള്ളല്ലേ? പിന്നെ വേറൊരു കാര്യം, ഐവി ചേട്ടന്റെ മകൾക്ക് അനുമോൾ എന്നല്ലേ പേര്? അതെനിക്കറിയില്ല, നാട്ടുകാർക്ക് അറിയില്ലല്ലോ. നാട്ടുകാർക്ക് അറിയത്തില്ല അല്ലേ? പക്ഷെ എല്ലാവർക്കും അറിയാം. എന്തുവാ? അനുമോൾ എന്നാണ് പേരെന്ന്. സീമ ചേച്ചിക്ക് അറിയാം, ഐവി ചേട്ടന് അറിയാം, എനിക്കറിയാം, പ്രിയദർശൻ അറിയാം, മോഹൻലാലിന് അറിയാം. അനുമോൾ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പാടെ മാട്ട 2 സീരിയലല്ലേ ഉള്ളൂ. നമ്മളെ സീരിയലിലെ മാട്ടെന്നും പറയണ്ട. ഞാൻ വെറുതെ പറഞ്ഞ നല്ല സീരിയലാണ് ഇത്. തമാശ പറഞ്ഞ അവസാനം എനിക്ക് പണി വരുമോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഉത്തരം പറയൂ. ഓപ്ഷൻ ഒന്നുകൂടെ തരാമോ? നിന്നെ രക്ഷിച്ചുകൊണ്ട് 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. നിനക്ക് കിട്ടാനുള്ള 5 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രം തന്നാൽ മതി. നിന്നെ രക്ഷിച്ച വകയിൽ 5 ലക്ഷത്തിൽ 2 ലക്ഷം ഇന്ന് തന്നെ കിട്ടണം. ഇന്ന് തന്നെ കിട്ടണം, അതാണ് ഉത്തരം. ശരി, സി ഉറപ്പിച്ചിരിക്കുന്നു. എടുത്തിട്ട് പൂട്ടി ഞാൻ കിടക്കട്ടെ അവിടെ. അങ്ങനെ തന്നെ വേണം. എനിക്ക് ചില ആൾക്കാരിങ്ങനെ എനിക്കിഷ്ടമല്ല. കാരണം എന്ത് ചോദിച്ചാലും അറിയത്തില്ല അറിയത്തില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കേട്ടുണ്ടോ? ഞാനും പറയാറുണ്ടല്ലോ, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയും. ഓ, അപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലേ ആള്. അങ്കമാലിയിൽ ആരെങ്കിലും റിലേറ്റീവ് ഉണ്ടോ? ഇല്ല, ആരുമില്ല. വട്ടാണല്ലേ? ചെറുതായിട്ട് എനിക്ക് തോന്നി. എനിക്കാ അല്ല, സ്വന്തമായിട്ട്. അയ്യോ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഇവിടുന്ന് വിളിച്ച അന്ന് മുതൽ ഇവിടെ വരുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ പ്രോഗ്രാമില് വരാൻ. എന്താണ് നക്ഷത്രം? ഇത്രയും നാൾ വരെ ഈ ചതയം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അമ്മ ഒന്ന് പറയാ, ചതയല്ല അവിട്ടോണ് നിന്റെ നാളെന്ന്. ചതയമായിരിക്കും. അല്ല, ആണ്. പക്ഷെ ഒന്നുകൂടി ചതഞ്ഞ് കിടക്കുകയല്ലേ, അത് കാരണം ചതയമായിരിക്കും. അവിട്ടം എന്ന് പറഞ്ഞാൽ തവിട്ടിലും നേടുമെന്നാണ്. പക്ഷെ അങ്ങനെ വല്ല നേടിയോ? നേടി.
അപ്പൊ അവിട്ടായിരിക്കും എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? അതെന്താ അങ്ങനെ ചോദിച്ചേ? ചോദിച്ചത്. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഡിഗ്രി വരെയൊക്കെ പോയി. ഡിഗ്രി വരെ ആര് പോയത്? ഞാൻ പോയിട്ട് ഡിഗ്രി പോയി കാണും. ഇല്ല, ഞാൻ പോയി, പക്ഷെ വല്ലപ്പോഴും പോവുള്ളായിരുന്നു. അല്ല, എവിടം വരെ ശരിക്കും പഠിച്ചു? അഞ്ച് പാസ്സായോ? അയ്യോ ഇല്ല, ഡിഗ്രി വരെ പോയി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി അല്ല, ഡിഗ്രി വരെ പോയി. യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചേ. ഡിഗ്രി എവിടെ ആയിരുന്നു? യൂണിവേഴ്സിറ്റി കോളേജിൽ. അതല്ലേ ഞാൻ ചോദിച്ചത്, പ്രീ ഡിഗ്രി എവിടാന്ന്? പ്രീ ഡിഗ്രി എവിടെ ആയിരുന്നു? പ്രീ ഡിഗ്രി ഡിഗ്രി ആവൂലല്ലോ. SSLC കഴിയാതെ ഡിഗ്രി ആവൂ? ഇല്ല, SSLCക്ക് മുമ്പ് +2 ഇല്ലേ? +2 കഴിഞ്ഞിട്ടല്ലേ ഡിഗ്രി ആവുന്നേ? +2 കഴിഞ്ഞിട്ട്. അതെ. അപ്പൊ അതിന് മുമ്പ് SSLC ഇല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്, SSLC എവിടെ ആയിരുന്നു? SSLC ഞാൻ ആര്യനാട് സ്കൂളിലായിരുന്നു. +1 +2 ഞാൻ വെള്ളനാട് സ്കൂളിലായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്ത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. അത് മനസ്സിലായി. കാരണം അപ്പൊ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടം വരെ പോയോ? ഈ യൂണിവേഴ്സിറ്റി കോളേജ് എവിടാ ഉള്ളത്? എവിടെ ഇരിക്കുന്നത്? ട്രിവാൻഡ്രത്ത് പാളയത്ത്. പാളയത്താണോ യൂണിവേഴ്സിറ്റി കോളേജ്? ഓ ഓ ഓ ഓ ഓ തന്നെ തന്നെ തന്നെ. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പോവാം. സീരിയസ് വേണോ? ചോദിക്കാം. ദേവന്മാരുടെ വീട്ടിലെല്ലാം കറണ്ട് പോയാലും ബ്രഹ്മാവിന്റെ വീട്ടിൽ കറണ്ട് പോവില്ല. എന്താണ് കാര്യം? ദേവന്മാരുടെ വീട്ടിൽ കറണ്ട് പോയാലും ബ്രഹ്മാവിന്റെ വീട്ടിൽ കറണ്ട് പോവില്ല. എന്താ കാര്യം? പറയൂ. ദേവന്മാരെ അറിയാമല്ലോ. ആരാണ് ദേവന്മാര്? അതെവിടാ ഇരിക്കുന്നേ? ഇവിടെ. ദേവന്മാരുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാലും ബ്രഹ്മാവിന്റെ വീട്ടിൽ കറണ്ട് പോകത്തില്ല. അതിന്റെ കാര്യം എന്താണ്? പറയൂ കുട്ടി. അതെന്ത് ക്വസ്റ്റ്യനാ? കറണ്ടോ? എനിക്കറിയില്ല. ഇല്ല, പറയണോ? മണ്ടിയാണല്ലേ? അതെ. നിങ്ങളുടെ വീട്ടിൽ എന്താണ്, എത്ര ഫേസ് ഉണ്ട്? 1 2 3 4 5 5 ഫേസ് ഉണ്ടല്ലേ കറണ്ട് അല്ലേ? 5 ഫേസ്. എവിടെ നിന്നാണ്? ഇവിടെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണോ അല്ലോ വേറെ എവിടെ നിന്നെങ്കിലും വരുത്തുന്നതാണോ? ഇലക്ട്രിസിറ്റിന്ന് വരുത്തുന്നതാ. എവിടുന്ന? ഗൾഫിൽ നിന്നോ? ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇലക്ട്രിസിറ്റിന്ന് വരുത്തുന്നതാ. നാക്ക് കുഴയുന്ന ചെറുതായിട്ട്. എന്നാ പറയട്ടെ മക്കളെ, 3 ഫേസേ ഉള്ളു ആകെ. 1 ഫേസ് 2 ഫേസ് 3 ഫേസേ ഇലക്ട്രിസിറ്റിക്കുള്ളൂ. അവിടെ മാത്രം എങ്ങനെ 5 ഫേസ് ആവുന്നേ? സാർ പറഞ്ഞ ഫേസ് ആണോ? എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എന്താ മുഖമാണോ കൊണ്ട് തരുന്നത്? മറ്റേ കറണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അറിയാമോ? വീട്ടിൽ എത്ര ഫേസ് ഉണ്ടെന്ന്. അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി, ചേട്ടൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. തന്നെ 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 എന്നെ കൊല്ല്. അതാ ഞാൻ പറഞ്ഞ 5 5ആണോ 6ആണോ? 6. കുഞ്ഞുവാവയും കൂടെ ഉണ്ട്. വീട്ടില് എത്ര പീസ് ഉണ്ടെന്നല്ലേ ചോദിച്ചത്? പീസിൽ 1 പീസേ ഉള്ളൂ. അല്ല 2 അല്ല 3 പേരുണ്ട്. ഞാനും അമ്മയും ചേച്ചിയും. ഒന്നിനെ സഹിക്കാൻ വയ്യ, പിന്നാണ് ഇനി 3. എന്തായാലും ഉത്തരം 3 ഫേസ്. ചോദിച്ചത് എന്താണ് ചോദ്യം? ചോദ്യം എന്താണ്? വീട്ടിൽ എത്ര ഫേസ് ഉണ്ടെന്ന് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? അങ്ങനെയല്ലേ ചോദിച്ചേ? ദേവന്മാരുടെ അവിടെ കറണ്ട് പോയാലും ബ്രഹ്മാവിന്റെ അവിടെ കറണ്ട് പോവില്ല. കാരണം എന്താണ്? ബ്രഹ്മാവിന്റെ അവിടെ 3 ഫേസ് ആണ്. ഓ, അതാണ്. അല്ല, വീട്ടിലിരിക്കുന്ന മോന്തകളല്ല ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെയാണ് കേട്ടത്. അയ്യോ. അപ്പൊ ഉത്തരം പറഞ്ഞിരിക്കുന്നത് സി. എന്നെ രക്ഷിക്കുന്ന വകയിൽ 5 ലക്ഷത്തിൽ 2 ലക്ഷം ഇന്ന് തന്നെ കിട്ടണം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ പണ്ടാരം അടങ്ങാൻ വേണ്ടി അക്കൗണ്ടിലോട്ട് പോയി. ഞാൻ കറക്കി കുത്തിയതാ. എന്തായാലും എനിക്ക് ആദ്യ ഓപ്ഷൻ 2ാമത്തെ ഓപ്ഷൻ എനിക്ക് പറയാൻ പറ്റൂല. പിന്നെ 3ാമത്തെ ഓപ്ഷൻ അത് തന്നെ ഞാൻ ചെന്ന് എത്തിച്ചു.